ഹൃദയപൂർവം ഭാഗം 106. അതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ കേട്ടോ എൻ്റെ ഭർത്തുവേ, അവൾ പറഞ്ഞു. ആടി ഭാര്യയെ, ഇനിയും സമയമുണ്ട്. നീ എന്നെ ഇങ്ങനെ കൊതിപ്പിച്ച് കടന്നു കളയാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. ഈ ഉള്ളവൻ പട്ടിണി കിടക്കുന്നു, മറക്കണ്ട നീ, സന്ദീപ് പറഞ്ഞു. മറന്നിട്ടൊന്നുമില്ല, എന്തായാലും ഞാനത് പരിഗണിക്കാം. അവളത് പറഞ്ഞതും അവൻ ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റു. സത്യമായിട്ടും അവൻ ചോദിച്ചു. സത്യമായിട്ടും അവൾ പറഞ്ഞു. എപ്പോ? അവൻ ചോദിച്ചു. ഏയ് തിരക്ക് പിടിക്കില്ലേ, ഞാൻ പറയാം, അവൾ പറഞ്ഞു. വേഗം വേണം കേട്ടോ, അത്രയും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നിന്നെ, അവൻ പറഞ്ഞു. എന്തുപറ്റി, എന്തെല്ലാം സങ്കടമുണ്ടോ, അവൾ ചോദിച്ചു. സങ്കടമുണ്ടോയെന്ന് ചോദിച്ചാ ഞാൻ പറയാം, ഞാൻ അങ്ങോട്ട് വരികയാണ്. ഇനി എന്തായാലും കുളിയൊക്കെ അവിടെ വന്നിട്ട്, അവൻ പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു. ഗംഗ പുഞ്ചിരിയോടെ അവളുടെ റൂമിൽ അവനെയും പ്രതീക്ഷിച്ചിരുന്നു. അല്പസമയം കഴിഞ്ഞതും സന്ദീപിന്റെ കാറ് വീണ്ടും മാധവിന്റെ വീടിന്റെ മുറ്റത്ത് വന്ന് നിന്നു. വണ്ടിയുടെ ശബ്ദം കേട്ട് പുറത്തേക്ക് വന്ന മാധവ്, നീ ഇപ്പൊ പോയല്ലേ ഉള്ളൂ, ഇത്ര പെട്ടെന്ന് നിന്റെ കുളിയെല്ലാം കഴിഞ്ഞോ? അല്ലല്ലോ, നീ പോയപ്പോ ഇട്ട ഡ്രസ്സ് തന്നെയാണല്ലോ. നീ കുളിച്ചൊന്നുമില്ലേ? അല്ലെങ്കിൽ വീട്ടിൽ നിന്നെ ആരും കയറ്റിയില്ലേ? നിന്റെ തരികിട പരിപാടിയൊക്കെ അറിഞ്ഞോ വീട്ടിലുള്ളവര്? മാധവ് ചോദിച്ചതും, അല്ല, ഞാനിപ്പോ എന്തിനാണ് ഓടി ദേവർമഠത്തിലേക്ക് പോയതെന്നാ ഞാൻ ആലോചിക്കുന്നത്. എടാ, എന്റെ ഭാര്യ വീടല്ലേ ഇത്, അപ്പോ എനിക്ക് ഇവിടെ താമസിച്ചാ പോരെ? അവിടെയാണെങ്കിൽ ആരുമില്ല, കുറെ ജോലിക്കാരും പിന്നെ ഞാനും. അപ്പോ ഞാൻ കരുതി ഇവിടെ കൂടാന്ന്. എന്തായാലും ഞാൻ ഇവിടെ തന്നെ താമസിക്കേണ്ടതല്ലേ? സന്ദീപ് നാണത്തോടെ പറയുന്നത് കേട്ടതും, അയ്യടാ അവൻ്റെ ഒരു നാണം. പോയി കുളിച്ച് ഫ്രഷ് ആവടാ, ഇപ്പൊ എല്ലാവരും റെഡിയായിട്ട് വരും, മാധവ് പറഞ്ഞു. അതിനുവേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇങ്ങോട്ടോ? ആ, എൻ്റെ ഭാര്യ എനിക്കുള്ള ഡ്രസ്സൊക്കെ വാങ്ങിയിട്ട് കാത്തിരിക്കാൻ ഇവിടെ, സന്ദീപ് പറഞ്ഞു. അയ്യോ, അവൻ്റെ ഒരു ഓഞ്ഞ എക്സ്പ്രഷൻ. പോടാ കേറി, മാധവ് പറഞ്ഞതും സന്ദീപ് വീടിനകത്തേക്ക് പോകുന്നത് കണ്ടതും, എടാ മുകളിലെ റൂമിലവള്, താഴെ ശരത്താണ്, നീ അവനെ ചെന്ന് പീഡിപ്പിച്ചേക്കല്ലേ, മാധവ് പറഞ്ഞതും, താങ്ക് യു ബ്രോ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ വേഗം പടികൾ കയറി മുകളിലേക്ക് പോയി. മാധവ് ഷർട്ടിന്റെ കൈ മടക്കിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. ആ സമയം ഉദയനും അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. ഇത് സന്ദീപിന്റെ കാറാണല്ലോ, അവൻ എത്ര പെട്ടെന്ന് വന്നോ? വന്നു അവനെ ഇനി ഇവിടെയാണെന്ന്, ഇനി കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാമെന്നും പറഞ്ഞ് ഗംഗയുടെ അടുത്തേക്ക് പോയിട്ടുണ്ട്. ഈശ്വര, ഇവൻ നമുക്ക് പണിയാകോ? ഇനി നമ്മളെ പെട്ടെന്ന് തന്നെ അമ്മാവന്മാരാക്കോ? ഉദയൻ ചോദിച്ചതും, ആക്കണമെങ്കിൽ ആക്കട്ടെടാ, നമുക്കും സന്തോഷമുള്ള കാര്യല്ലേ. ഓ, സന്തോഷമൊക്കെ തന്നെയാണ്, പക്ഷേ അവന് മുമ്പ് കല്യാണം കഴിച്ചതാ ഞാനിവിടെ പയറ് പോലെ നിൽക്കുന്നത് നീ കണ്ടില്ലേ? അതിനിപ്പോ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, മാധവ് പറഞ്ഞതും, ആര് പറഞ്ഞു പറ്റില്ല എന്ന്? ഡാ, മാധവ് വിളിച്ചതും, അതല്ലടാ, നിന്റെ പെണ്ണിനോടൊന്ന് പറയ്, എൻ്റെ ഭാര്യയോട് ഒന്ന് പറയ്, എനിക്ക് ആഗ്രഹമുണ്ട് ഒരു കൊച്ചിനെ കാണാൻ എന്ന്. അവള് പറയാണേ, എനിക്ക് ഇപ്പോഴും കുട്ടികളെ മാറിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ എന്ന് ഒരു നല്ല പക്വതയുള്ള ഒരു മനുഷ്യനാകുന്നു, എന്നിട്ട് കുഞ്ഞിനെ നോക്കാന്ന അവൾ പറയുന്നത്. ഉദയൻ പറയുന്നത് കേട്ടതും, ആ, അതവള് പറഞ്ഞത് കറക്റ്റാ, കുറച്ചുകൂടി കഴിയട്ടെ, വേണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ട്രൈ ചെയ്യാടാ, അപ്പോൾ ഈ വീട്ടിൽ എത്ര കുട്ടികളെ ഉണ്ടാകാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ശരത്ത് അങ്ങോട്ട് വരുന്നത്. അയ്യടാ, ഇവിടെ ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിഞ്ഞവരാ, ഞങ്ങൾക്ക് ട്രൈ ചെയ്യാം, നീയേ കല്യാണം കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഒരുപാട് ട്രൈ ചെയ്യാനായിട്ട് നിന്നെ എൻ്റെ വീട്ടിലേക്ക് കാണരുത് കേട്ടോ, ഉദയൻ പറഞ്ഞതും. ഓ, എനിക്ക് ട്രൈ ചെയ്യാൻ നിന്റെ വീട്ടിലേക്ക് വരണമെന്ന് ഒരു നിർബന്ധവും ഇല്ല, ശരത്ത് പറഞ്ഞതും ഉദയനും മാധവും പരസ്പരം നോക്കി. അത്രയ്ക്കൊക്കെ ആയോ? പിന്നല്ലാതെ, ഞാൻ എവിടെ വിളിച്ചാലും എൻ്റെ പെണ്ണ് ഇപ്പോൾ വരും, കാണണോ നിനക്ക്, ശരത്ത് ഉദയനോട് ചോദിച്ചതും, അയ്യോ വേണ്ടായേ, നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നീ പുറത്തു പോയി ആവശ്യമില്ലാതൊക്കെ പഠിച്ചിട്ട് വന്നിരിക്കുന്നത്. അതല്ലടാ, എനിക്കൊരാഗ്രഹം, ശരത്ത് പറഞ്ഞതും ഉദയനും മാധവും അവൻ എന്താണ് പറയാൻ പോകുന്നത് എന്നറിയാൻ ആകാംക്ഷയോടെ അവനെ നോക്കി. എനിക്ക് ഇവിടെ നിന്ന് ദേവുവിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ആ വൃത്തികെട്ടവനില്ലേ ഈശ്വർ,
അവനെ കാണാനൊക്കെ ആയിട്ട് പോകുമ്പോൾ എൻ്റെ പെണ്ണിൻ്റെ കയ്യിൽ എൻ്റെ കുഞ്ഞുകൂടി ഉണ്ടാകണമെന്ന് ഒരാഗ്രഹം. ശരത്ത് പറഞ്ഞതും അത്രയ്ക്കൊക്കെ വേണോ? ഒരു കോറസ് പോലെയാണ് ഉദയനും മാധവും ചോദിച്ചത്. വേണോന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു ആഗ്രഹമാണ്. അവരിങ്ങനെ ഞെട്ടി നിൽക്കണം. ഞാൻ എൻ്റെ പെണ്ണിനെയും കുഞ്ഞിനെയും ചേർത്ത് പിടിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ ശരത്ത് പറഞ്ഞു, അതിമോഹമാണ് മോനെ ദിനേശ, ഇത് അതിമോഹം. അതുകൊണ്ട് ആ മോഹം നീ 8 മടക്കി വെക്ക്. പിന്നെ നീ നേരത്തെ പറഞ്ഞ കാര്യം, അത് അത് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉദയൻ പറഞ്ഞതും എന്ത് കാര്യമാണ്? മാധവ് ചോദിച്ചു. അല്ല, നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞില്ലേ, അത്. ഇപ്പോൾ ഇവിടെ നിന്ന് ഒരുത്തൻ കയറിപ്പോയിട്ടില്ലേ, മിക്കവാറും നമ്മളെല്ലാവരും അടുത്ത് തന്നെ ഗിഫ്റ്റ് വാങ്ങേണ്ടി വരും, ഡയപ്പറും. ഉദയൻ പറഞ്ഞതും അതിനു മുമ്പ് അവരുടെ വിവാഹകാര്യം എത്രയും പെട്ടെന്ന് എൻ്റെ വീട്ടിൽ അറിയിക്കണം. നടക്കാൻ വലിയ സാധ്യതയൊന്നുമില്ല, എന്നാലും ഒരു ഫോർമാലിറ്റി. ഇത്രയും വളർത്തി വലുതാക്കിയതല്ലേ, പറയേണ്ട കടമയുണ്ടല്ലോ, ശരത്ത് പറഞ്ഞു. ഓ, അത്രയ്ക്ക് ഔദാര്യം വേണ്ടായിരുന്നടാ. നീ കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ തന്നെ അവളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ നിന്റെ കുഞ്ഞും കയ്യിൽ വേണമെന്ന് പറഞ്ഞതുപോലെ നിന്റെ വീട്ടിലേക്ക് പോകുമ്പോഴും അതാകാം. ഇതാവുമ്പോൾ കൂട്ടിന് സഹോദരി ഉണ്ടാവും, ഉദയൻ പറഞ്ഞു. അതെ, എല്ലാവരും റെഡിയായോ? പെട്ടെന്നാണ് അങ്ങോട്ട് മാധവിൻ്റെ അച്ഛൻ വന്ന് ചോദിച്ചത്. ഞങ്ങൾ ആണുങ്ങളെല്ലാവരും റെഡിയായി, പക്ഷേ പെണ്ണുങ്ങൾ റെഡിയായി ഇറങ്ങാൻ അല്പം വൈകുമെന്ന് ഞങ്ങളെക്കാൾ നന്നായിട്ട് അച്ഛനറിയാലോ. ഞങ്ങളെക്കാൾ കൂടുതൽ വർഷം അതനുഭവിച്ചത് അച്ഛനല്ലേ? മാധവ് ചോദിച്ചു. ആ, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നമുക്കിവിടെ ഇരിക്കാം എന്ന് പറഞ്ഞ് അച്ഛൻ പുറത്തേക്കിറങ്ങി, കൂടെ ബാക്കിയുള്ളവരും. എന്നാൽ ശരത്തിൻ്റെ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് ഉദയൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അവൻ അവിടേക്ക് നോക്കുന്നത് ആരെയാണ് എന്നറിയാവുന്നത് കൊണ്ട് മാധവ് ഒരു കള്ളച്ചിരിയോടെ അവനെ തന്നെ നോക്കി. എന്താണാ? അവൻ ചിരിക്കുന്നത് കണ്ടതും ഉദയൻ ചോദിച്ചു. ഒന്നുമില്ല, ചുമ്മാ. ഇതേ സമയം സന്ദീപ് ഗംഗയുടെ റൂമിലെത്തിയിരുന്നു. റൂമിലേക്ക് കയറിയതും ബെഡിൽ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ഗംഗയെ കണ്ടതും അവൻ ഓടിച്ചെന്ന് അവളെ മറിച്ച് ബെഡിലേക്ക് ഇട്ടുകൊണ്ട് അവൾക്ക് മീതിയായിട്ട് കിടന്നു. എന്താ എന്താ സന്ദീപ്? അവൾ ചോദിച്ചു. ചുമ്മാ എന്ന് പറഞ്ഞ് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. ഞാൻ പേടിച്ചു പോയി, ഗംഗ പറഞ്ഞു. എന്തിന്? ഞാനല്ലാതെ നിന്നെ ആരെങ്കിലും ഇങ്ങനെ ചെയ്യോടി പെണ്ണേ എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ കവളിൽ ചുംബിച്ചു, പിന്നെ അവളുടെ നെറ്റിയിലും. അപ്പോഴും കണ്ണുകൾ വിടർത്തി അവനെ തന്നെ നോക്കി കിടക്കുകയായിരുന്നു ഗംഗ. അവൻ്റെ കണ്ണുകളും അവളുടെ കണ്ണുകളിലേക്ക് ഉടക്കി. എന്താ ഇങ്ങനെ നോക്കുന്നത്? സന്ദീപ് ചോദിച്ചതും അല്ല, എന്ത് പറ്റിയെന്ന് നോക്കിയതാ. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവൾ അവൻ്റെ കവളിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു. ഇല്ല, ഇവിടെ നിന്നും ദേവർമഠത്തിലേക്ക് ചെന്ന് കയറിയപ്പോൾ മുതൽ എന്തോ ഞാൻ ഒറ്റയ്ക്കായ പോലെ. ഇവിടെയുള്ളപ്പോൾ എനിക്ക് അങ്ങനൊരു ഫീലില്ല, പക്ഷേ ഇവിടെ നിന്നും ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ശരിക്കും ഒറ്റയ്ക്കായതുപോലെ തോന്നുന്നു പെണ്ണെ. ഒന്നുകിൽ നീ ദേവർമഠത്തിലേക്ക് വരണം, എത്രയും പെട്ടെന്ന്. അല്ലെങ്കിൽ അവൻ അത്രയും പറഞ്ഞ് അവനെ നോക്കിയതും അവൾ പുരികം ചുളുക്കി അവനെ നോക്കി. അല്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരും, അതാണ് എനിക്കിഷ്ടവും. ഇവിടെ എനിക്ക് ഒരുപാട് പേരുള്ളത് പോലെ തോന്നുന്നു, അവിടെ ഞാൻ തനിച്ചായതുപോലെയും. ഇത് 2 വീടാണെന്ന് എനിക്ക് ഇത്രയും നാളായിട്ടും തോന്നിയിട്ടില്ല, ഒറ്റ വീടായിട്ടാണ് തോന്നിയിട്ടുള്ളൂ. എല്ലാവരും ഒരുമിച്ച് എന്ത് രസമാണെന്നറിയോ, അതുകൊണ്ട് ഇവിടെ നിൽക്കാനാണ് എനിക്കിഷ്ടം. അവൻ പറഞ്ഞതും അയ്യടാ, ഇവിടെ നിൽക്കാൻ മര്യാദയ്ക്ക് എന്നെ കെട്ടി ദേവർമഠത്തിലേക്ക് കൊണ്ടുപോയിക്കോ, ഗംഗ പറഞ്ഞതും വേണ്ട മോളെ, അവിടെ ഒരിക്കലും നമുക്ക് സന്തോഷം ഉണ്ടാവില്ല, അവൻ പറഞ്ഞു. അറിയാം, എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനും ആഗ്രഹിക്കുന്നില്ല അത്. ഞാനത് തമാശയ്ക്ക് പറഞ്ഞതാ. എനിക്ക് ഇവിടെ തന്നെ ഇഷ്ടം. ശരത്തേട്ടൻ പറയുന്നത് പോലെ തന്നെ ഏട്ടൻ വീട് പണിയുന്നതിൻ്റെ അടുത്തായിട്ട് തന്നെ വേണമെങ്കിൽ നമുക്കും ഒരു വീട് പണിയാം. എന്ത് പറയുന്നു? എന്താണ് സന്ദീപിൻ്റെ അഭിപ്രായം? ഞാനും അതൊന്ന് ആലോചിച്ചു. എന്തായാലും ഇപ്പോൾ നമ്മൾ ആ ഷോപ്പെല്ലാം കൂടി എടുക്കുമ്പോൾ ഞാൻ കുറച്ച് ടൈറ്റ് ആകും. അപ്പോൾ ഇനിയൊരു സ്ഥലം വാങ്ങി വീട് പണിയുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, സന്ദീപ് പറഞ്ഞു. അതോർത്ത് ടെൻഷൻ ആവണ്ട. ഞാൻ പറഞ്ഞില്ലേ, ആ ഷോപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കുറച്ച് പണം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇതിപ്പോൾ ആവശ്യമില്ലല്ലോ. എന്നെ അതിൽ നിന്നും ഒഴിവാക്കി നിങ്ങളെല്ലാവരും കൂടിയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ആ ഫണ്ട് എന്തായാലും എൻ്റെ കയ്യിലുണ്ടാകും.
അങ്ങനെയാണെങ്കിൽ നമുക്കവിടെ വീട് പണിയാനുള്ളത് അതിലുണ്ടാകും, അവൾ പറഞ്ഞു. എന്തായാലും ആലോചിക്കാം, സമയമുണ്ടല്ലോ. ഇപ്പോ എനിക്ക് വേറൊരു കാര്യം വേണ്ടത്. എന്ത്? പെട്ടെന്ന് തന്നെ അവൾ ചോദിച്ചു. എനിക്ക് കുറേ ദിവസമായിട്ട് ഞാനിങ്ങനെ വീർപ്പ് മുട്ടി നിൽക്കായിരുന്നു. ഇനിയും എനിക്ക് പിടിച്ചു വെക്കാൻ സാധിക്കില്ല എന്ന് പറയലും അവളുടെ രണ്ട് ചുണ്ടുകളെയും അവൻ്റെ വായ്ക്കുള്ളിലാക്കിയതും ഒരുമിച്ചായിരുന്നു. അവളുടെ കണ്ണുകൾ ഇപ്പോൾ പുറത്തു വരും എന്നതുപോലെയാണ്. എന്നാലും പതിയെ പതിയെ അവളും അവൻ്റെ ചുംബനത്തെ ലയിച്ചിരുന്നു. അവളുടെ പ്രാണൻ ജീവൻ പകുത്തെടുക്കുന്നത് പോലെയായിരുന്നു അവൻ ചുംബിച്ചുകൊണ്ടിരുന്നത്. അവൻ എന്തൊക്കെയോ സങ്കടങ്ങൾ ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. കണ്ണുകളടച്ച് തന്നെ ചുംബിക്കുന്ന അവൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകി അവളുടെ കവിളിൽ വീണതും അവൾ ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. പിന്നെ അവൻ്റെ ചുണ്ടുകൾ അടർത്തി മാറ്റാൻ നോക്കി. അടർത്തി മാറ്റിയതും അവൻ അവളുടെ മേലേക്ക് കിടന്നുകൊണ്ട് അവളെ ആഞ്ഞു കെട്ടിപ്പിടിച്ചു. എന്തുപറ്റി? എന്തുപറ്റി സന്ദീപ്? എന്താ പ്രശ്നം? അവൾ ചോദിച്ചു. അപ്പോഴും ഒന്നും മിണ്ടാതെ അവളെ തന്നെ കെട്ടിപ്പിടിച്ച് കിടക്കുകയായിരുന്നു സന്ദീപ്. അവൾ അവനെ തള്ളി മറു സൈഡിലേക്ക് ഇട്ടുകൊണ്ട് അവൻ്റെ മുകളിലായി വന്നു. എന്തുപറ്റി? കണ്ണ് തുറക്ക് സന്ദീപ്. കണ്ണ് അടച്ച് അപ്പോഴും കണ്ണുനീർ ഒഴുകുന്ന സന്ദീപിനെ അവൾ കവിളിൽ തട്ടി വിളിച്ചു. സന്ദീപ്, കണ്ണ് തുറക്ക്. എന്താ പറ്റിയേ? എന്നോട് പറ. അവൾ പറഞ്ഞതും അവൻ പതിയെ കണ്ണു തുറന്നു. കലങ്ങിയ കണ്ണുകൾ കണ്ടതും എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അമ്മയോ അച്ഛനോ എന്തെങ്കിലും പറഞ്ഞോ? അവൾ ചോദിച്ചു. ഇല്ല, ഞാൻ ഇന്ന് ആ വീട്ടിൽ ഒറ്റയ്ക്കായപ്പോൾ എനിക്കെന്തോ അറിയില്ലടാ, ഞാൻ ഒറ്റയ്ക്കായതുപോലെ തോന്നി. എന്നെ ഒറ്റയ്ക്കാക്കല്ലേടാ എന്ന് പറഞ്ഞ് അവളെ വലിച്ച് വീണ്ടും അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് അവൻ അവളെ ചുറ്റിപ്പിടിച്ചു. ഞാൻ അങ്ങനെ ആക്കോ എൻ്റെ സന്ദീപിനെ? ഇനി അങ്ങോട്ട് പോവണ്ട. ഇനിയിപ്പോൾ മറ്റൊന്നും നോക്കണ്ട സന്ദീപ്. എൻ്റെ കൂടെ ഇവിടെ നിൽക്കാമോ? നമ്മുടെ വീടല്ലേ ഇത്? നമുക്കിവിടെ നിൽക്കാം. അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ പറഞ്ഞു. എനിക്കും അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. പിന്നീട് അവൻ വീട്ടിൽ ചെന്ന് കയറിയപ്പോൾ ജോലിക്കാരി ചോദിച്ചതും അമ്മ വിളിച്ചതും എല്ലാം അവൻ പറഞ്ഞു. സാരല്ല, ഇന്ന് നമ്മൾ അമ്പലത്തിൽ പോയി കഴിയുമ്പോൾ അവിടെ വെച്ച് എൻ്റെ കഴുത്തിൽ ഒരു താലി ചാർത്താവോ? അമ്പലത്തിൽ വെച്ച് നമ്മൾ അന്ന് ചാർത്തിയതാണ്, പക്ഷേ അത് ഊരി മാറ്റിയിരുന്നല്ലോ, ആരും കാണണ്ട എന്ന് പറഞ്ഞ്. അത് എൻ്റെ കയ്യിലുണ്ട്. ഇന്ന് അമ്പലത്തിൽ വെച്ച് വീണ്ടും എൻ്റെ കഴുത്തിൽ കെട്ടിത്തരാവോ? എന്നിട്ട് നമുക്കിവിടെ നിൽക്കാം. പക്ഷേ മാധവും ഉദയനൊക്കെ, പിന്നെ മാധവിൻ്റെ അച്ഛനും അമ്മയൊക്കെ എങ്ങനെയാ? ഇല്ല, നമ്മുടെ അച്ഛനമ്മമാരെ പോലെ ഒരു അച്ഛനമ്മയും ഒന്നുമല്ല ഇവിടെയുള്ളത്. അത് മനസ്സിലാവും സന്ദീപിന്. ആദ്യം ഈ സങ്കടമൊക്കെ ഒന്ന് മാറ്റിവെച്ച് എന്നെയും കൂടി കരയിപ്പിക്കുന്നു, ദുഷ്ടൻ. അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ കവളിൽ കടിച്ചു. വേദനിച്ചു പെണ്ണെ, വേദനിക്കട്ടെ. കരയുന്നു, നാണാവില്ലല്ലോ. ഞാനേ ഒരു ഉശിരുള്ള ഒരു ആണിനെയാണ് കല്യാണം കഴിച്ചത്, അല്ലാതെ ഇങ്ങനെ കരയുന്ന ഒരു പെൺകോന്തനെയല്ല. അവൾ പറഞ്ഞതും ആഹാ, ഞാൻ പെൺകോന്തനാണല്ലേ എന്ന് പറഞ്ഞ് അവളെ മറിച്ച് അവൾക്ക് മുകളിലായി വന്നുകൊണ്ട്, ഞാൻ പെൺകോന്തനാണോ? ആണോന്ന് അവൻ ചോദിച്ചതും ഞാൻ വെറുതെ പറഞ്ഞതാ, എന്നെ ഒന്നും ചെയ്യല്ലേ. അവൾ പറഞ്ഞു. ചെയ്യില്ലെന്നോ? ഇവിടെ നോക്ക്, എൻ്റെ കവളിൽ പാട് വീണിട്ടുണ്ടോന്ന് അവൻ ചോദിച്ചതും ഇല്ല, പാടൊന്നും വീണിട്ടില്ല, ഞാൻ പതിയെ കടിച്ചത്. ആണോ? പതിയാണ് കടിച്ചത്? എന്നാ ഞാനും പതിയെ കടിക്കാം എന്ന് പറഞ്ഞ് അവൻ്റെ മുഖം അവളുടെ കഴുത്തിന് താഴേക്ക് വന്നു. അവളുടെ ശരീരം ഒന്ന് വിറച്ചു. ദേ സന്ദീപ്, അമ്പലത്തിൽ പോകാനുള്ളതാ, അങ്ങനെയൊന്നും ചെയ്യല്ലേ, അവൾ പറഞ്ഞു. അതൊന്നും കേൾക്കാതെ അവൾ ഇട്ടിരിക്കുന്ന ചുരിദാറിൻ്റെ ടോപ്പ് വലിച്ച് താഴേക്കാക്കിക്കൊണ്ട് അവളുടെ മാറിന് മുകളിലായി അവൻ പല്ലുകൾ ആഴ്ത്തി. അവളിൽ നിന്നും എരിവ് വലിക്കുന്ന ഒരു ശബ്ദം വന്നതും അവൻ പതിയെ മുഖമുയർത്തി അവളെ നോക്കി. ഇപ്പോൾ വേദനിച്ചോ? അവൻ ചോദിച്ചതും മാർക്കി അവൾ അവനെ തള്ളി മാറ്റി. ഞാൻ റെഡിയാവാൻ പോവാ, ഞാൻ കുളി കഴിഞ്ഞതാ, അവൾ പറഞ്ഞു. ഇനിയിപ്പോൾ അമ്പലത്തിൽ പോകുമ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, ഞാൻ വീണ്ടും കുളിക്കേണ്ടി വരില്ലേ? അത്രയേ ഉള്ളൂ, വാ നമുക്ക് രണ്ടുപേർക്കും കൂടി കുളിക്കാം.
അവൻ പറഞ്ഞതും, ദേ എന്നെക്കൂടെ പറയിപ്പിക്കല്ലേ, എല്ലാവരും കാത്തു നിൽക്കാണ്, വേഗം പോയി കുളിച്ചിട്ട് വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ബെഡിൽ നിന്നും അവനെ വലിച്ച് അവൾ വാഷ്റൂമിലേക്കാക്കി വാതിലടച്ചു. അതേ, എൻ്റെ ഡ്രസ്സ് എടുത്തു വെക്കണേ. ആ, എടുത്തു വെക്കാം, സാറൊന്ന് കുളിച്ചിറങ്ങിയാൽ മതി, അവൾ പറഞ്ഞു. പിന്നെ പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അവൾ വേഗം റൂമിൽ നിന്നും താഴേക്കിറങ്ങി. താഴെ വന്നപ്പോൾ കണ്ടു മാധവും ഉദയനും ശരത്തും മാധവിൻ്റെ അച്ഛനും മാഷച്ചനും എല്ലാം അവിടെ ഇരിക്കുന്നുണ്ട്. നവീനും ഫോണിൽ സംസാരിച്ചുകൊണ്ട് അവരുടെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അവൾ അവരുടെ അടുത്തേക്ക് വന്നു. എന്താണ്, നീ റെഡിയായില്ലേ? അവളിട്ടിരിക്കുന്ന ഡ്രസ്സ് കണ്ടുകൊണ്ട് മാധവ് ചോദിച്ചു. മാധവേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്, അവൾ പറഞ്ഞു. എന്താ, നീ കാര്യം പറയേ. അത് മാധവേട്ടാ, ഇന്ന് എനിക്ക് വിവാഹം കഴിക്കണം, അവൾ പറഞ്ഞതും എല്ലാവരും പരസ്പരം നോക്കി. വിവാഹം കഴിക്കേ? മോളിതെന്താ പറയുന്നത്? നിന്റെ വിവാഹം കഴിഞ്ഞതല്ലേ, ഇനിയിപ്പോൾ നമ്മളെല്ലാവരും കൂടി അറിഞ്ഞ് ഒന്ന് വീണ്ടും വിവാഹം കഴിക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചതല്ലേ. പിന്നീട് അവൾ സന്ദീപ് പറഞ്ഞ കാര്യങ്ങളും അവൻ്റെ സങ്കടവും എല്ലാം പറഞ്ഞു. അതെല്ലാം കേട്ട് മാഷും മാധവിൻ്റെ അച്ഛനും പരസ്പരം നോക്കി. അവരുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരിയായിരുന്നു. അവൻ നമ്മുടെ ഈ കുടുംബത്തെ അത്രയധികം ഇഷ്ടപ്പെടുന്നത് കൊണ്ടല്ലേ അവൻ ഈ വിവാഹം ഇപ്പോൾ നടത്തണമെന്നും പിന്നെ ഇവിടെ നിൽക്കണമെന്നും അവൻ ആഗ്രഹിക്കുന്നത്? മാധവിൻ്റെ അച്ഛൻ ചോദിച്ചതും, അതേ അമ്മാവ, അത്രയധികം ആഗ്രഹിക്കുന്നുണ്ട്. മാധവേട്ടൻ്റെയും ഉദയേട്ടൻ്റെയും ശരത്തേട്ടൻ്റെയും എല്ലാം കൂട്ട് സന്ദീപ്. ആ വീട്ടിൽ ഒന്ന് സംസാരിക്കാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല. ഇപ്പം നിങ്ങളുടെ കൂടെ നടക്കുമ്പോൾ നിങ്ങളിൽ ഒരാളായി മാറുന്നുണ്ട് സന്ദീപ്. നിങ്ങൾ ഒരാളാകാൻ ആഗ്രഹിക്കുന്നുണ്ട് സന്ദീപ്. അതുകൊണ്ട് ഞങ്ങളുടെ വിവാഹം നടത്തി തന്നോടെ. ഞങ്ങൾ എന്നിട്ട് ഇവിടെ നിന്നോട്ടെ അമ്മാവ. വേറെ വീടെടുത്ത് മാറാൻ ഞങ്ങൾക്ക് പറ്റും, പക്ഷേ അത് ചെയ്താൽ ഒരിക്കലും സന്ദീപിന് സന്തോഷമാവില്ല. സന്ദീപ് ആഗ്രഹിക്കുന്നത് മാധവേട്ടൻ്റെയും ഉദയേട്ടൻ്റെയും ശരത്തേട്ടൻ്റെയും പിന്നെ ഈ കുടുംബത്തോടൊപ്പമുള്ള ഒരു ജീവിതമാണ് ആഗ്രഹിക്കുന്നത്, സന്തോഷമാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാ മോളെ, ഇത് നിന്റെയും കൂടി വീടാണ്. നീ ഇത് എന്തൊക്കെയാ പറയുന്നത്? ഇനി വിവാഹം കഴിച്ചാൽ തന്നെ നിങ്ങളിൽ ആരെയും ഇവിടെ നിന്ന് മാറ്റി താമസിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനും മാഷും ടീച്ചറും സീതയും കൂടി എടുത്ത തീരുമാനമായിരുന്നു. ശരത്തിപ്പോ ആ സ്ഥലം വാങ്ങി അവിടെ വീട് പണിയണമെന്ന് പറഞ്ഞില്ലേ, അതൊന്നും വേണ്ട, നമുക്ക് ഇവിടെ താമസിച്ചാൽ മതി. ഞങ്ങൾക്കും ഇഷ്ടമാണ് ഞങ്ങളുടെ മക്കളും മരുമക്കളും കൊച്ചുമക്കളും എല്ലാമായിട്ട് ഇപ്പോൾ എങ്ങനെയാണ് ജീവിക്കുന്നത് അതുപോലെ തന്നെ. മാധവിൻ്റെ അച്ഛൻ പറഞ്ഞതും ഗംഗ മാധവിൻ്റെ അച്ഛനെ കെട്ടിപ്പിടിച്ചു. അത് കണ്ടതും ശരത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അത് കണ്ട മാധവിൻ്റെ അച്ഛൻ, ഡാ ഇങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞ് ശരത്തിനെ വിളിച്ചതും ശരത്തും മാധവിൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു. അദ്ദേഹം അവനെയും ചേർത്ത് പിടിച്ചു. ഇനി നമ്മളായിട്ട് എന്തിനിവിടെ നിൽക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ഉദയനും മാധവിൻ്റെ കൈ പിടിച്ച് മാധവിൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു. അദ്ദേഹം എല്ലാവരെയും ഒരുപോലെ തന്നെ ചേർത്ത് പിടിച്ചു. അയ്യോ ഞാനുണ്ട് എന്ന് പറഞ്ഞ് നവീനും വന്നു. എപ്പോഴും അതെ, ഞാനുണ്ടെന്ന് പറഞ്ഞ് വലിഞ്ഞു കയറി വന്നോളണം. നിനക്ക് വീട്ടിൽ പോവാറായില്ലേടാ? ഉദയൻ ചോദിച്ചു. അമ്പലത്തിൽ പോണ്ടേ? അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോയിക്കോളാം. എടാ, നിന്റെ വീട്ടിൽ നിന്ന് ആളുകളൊക്കെ വരുന്നുണ്ട്, നിങ്ങളുടെ ബന്ധുക്കളൊക്കെ വരും, അപ്പൊ നീ അവിടെ വേണ്ടേ? ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്, അമ്പലത്തിൽ പോയിരിക്കാണ്, അതുകൊണ്ട് ഞാൻ എത്താൻ വൈകുമെന്ന്. കൊള്ളാം, നീയും നിന്റെ ഒരു അമ്മയും. ആ ആന്റിയാണ് ഇവനെ ഇത്രയും വഷളാക്കുന്നത്, ഉദയൻ പറഞ്ഞു. അപ്പോഴേക്കും സ്ത്രീകളെല്ലാം റെഡിയായി വന്നു. ഞാനൊരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഗംഗ അവളുടെ കയ്യിൽ പിടിച്ചിരുന്ന ഒരു ബോക്സ് മാധവന്റെ അച്ഛൻ്റെ കയ്യിലേക്ക് കൊടുത്തു. ഇത് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് എൻ്റെ കഴുത്തിൽ സന്ദീപ് കെട്ടിയ താലിയാണ്. ഇന്ന് അമ്മാവൻ തന്നെ ഇത് സന്ദീപിൻ്റെ കയ്യിൽ കൊടുക്കണം. എന്നിട്ട് അവിടെ വെച്ച് ഇത് എൻ്റെ കഴുത്തിൽ കെട്ടിത്തരാൻ പറയണം. അവൾ പറഞ്ഞതും അത് കേട്ടുനിന്ന ലക്ഷ്മിയും സാന്ദ്രയും ഈശാനിയും ടീച്ചറമ്മയും മാധവിൻ്റെ അമ്മയും ഒന്ന് ഞെട്ടി. ഇതെന്താ സംഭവം? അതൊക്കെ ഞങ്ങൾ പറഞ്ഞു തരാം. മോള് ചെന്ന് റെഡി ആയിട്ട് വാ. ലക്ഷ്മി, മോളെ ദേവു, സാന്ദ്ര ചെല്ല്, അവളെ ഒന്ന് ഒരുക്കാൻ സഹായിക്കാൻ മാധവിൻ്റെ അച്ഛൻ പറഞ്ഞു. എല്ലാവരും മാധവിൻ്റെ അച്ഛനെ നോക്കി. ഒരു കല്യാണ പെണ്ണിനെ പോലെ അണിഞ്ഞൊരുങ്ങി വേണം വരാൻ. മാധവിൻ്റെ അച്ഛൻ അവളെ തലയിൽ തലോടി പറഞ്ഞതും അവൾ ഒന്ന് പുഞ്ചിരിച്ചു. പിന്നെ അവൾ ശരത്തിനെ നോക്കി. ശരത്തും രണ്ട് കണ്ണും ചിമ്മി കാണിച്ചു. അവളുടെ അടുത്ത് വന്നുകൊണ്ട് പോയി ഒരുങ്ങി വരാൻ പറഞ്ഞു. അവൾ സന്തോഷത്തോടെ ലക്ഷ്മിയുടെയും
ഇഷാനിയുടെയും ഗംഗയുടെയും ദേവുവിന്റെയും കൈ പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറി പോകുന്നത് നോക്കി ബാക്കിയുള്ളവരെല്ലാവരും അവിടെ തന്നെ നിന്നു. എടാ, ഇത് സന്ദീപിനറിയോ അവളെ ഇപ്പൊ പറഞ്ഞ കാര്യം? ഉദയൻ ചോദിച്ചു. അറിയാൻ സാധ്യതയില്ല. അറിഞ്ഞെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് വന്ന് പറയണ്ടേ? നമുക്കെന്നാ ചെന്ന് പറഞ്ഞാലോ, അവനും ഒരുക്കിയാലോ? ഉദയൻ ചോദിച്ചു. വേണ്ട, ഇതിപ്പോ അവനോട് പറയണ്ട. പിന്നെ എന്താ, അമ്പലത്തിൽ ചെല്ലുമ്പോ അമ്മവൻ നല്ല സ്റ്റൈലായിട്ട് ഇതങ്ങ് എടുത്തു കൊടുക്കണം. കെട്ടട താലി എന്ന് പറയണം. അത്രയുള്ളൂ. നമ്മളെ അറിയിക്കാതെ അവൻ കല്യാണം നടത്തിയതല്ലേ, ഇത് അവൻ അറിയാതെ അവന്റെ കല്യാണം നമുക്ക് നടത്തി കൊടുക്കാം. എന്തു പറയുന്നു? ശരത്ത് പറഞ്ഞതും എല്ലാവരും അത് കേട്ട് സമ്മതിച്ചു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.